ഏറെ ദാരുണമായൊരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ വിവരം അറിഞ്ഞ് ജനപ്രതിനിധികളും സമീപവാസികൾ അടക്കമുള്ളവർ നിലവിൽ ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇവിടെ രാമചന്ദ്രൻ്റെ കൂടെ, അതായത് രാമചന്ദ്രൻ്റെ മകൻ ബാംഗ്ലൂരുവിൽ ജീവനക്കാരനാണ്. അതിനാൽ തന്നെ അദ്ദേഹം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നിലവിൽ ഈ വിവരം അറിഞ്ഞ് ഈ രാമചന്ദ്രൻ്റെ മകൻ നിലവിലിപ്പോൾ അവിടത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ 2 വർഷം മുന്നേ ഇദ്ദേഹം ഗൾഫിൽ ബിസിനസ്സുമായി അവിടെയായിരുന്നു. പിന്നീട് കഴിഞ്ഞ 2 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതിന് ശേഷം ഇവിടെ തന്നെ, അതായത് ഈ കൊച്ചിയിൽ തന്നെ മറ്റ് ബിസിനസ് കാര്യങ്ങളുമായി പോവുകയായിരുന്നു. ഇത്തരത്തിൽ ഇദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി നാട്ടിൽ സജീവമായി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളടക്കം സജീവമായിട്ടുള്ള ഒരാളായിരുന്നു രാമചന്ദ്രൻ. ഇന്നലെയോടുകൂടിയായിരുന്നു അദ്ദേഹം ഈ ഒരു കാശ്മീരിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ രാമചന്ദ്രൻ്റെ ഈ ഇടപ്പള്ളി പാലാരിവട്ടത്തുള്ള ഈ ഒരു വീട്ടിലേക്ക് നിലവിൽ വിവരമറിഞ്ഞ് നാട്ടുകാരടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ജനപ്രതിനിധികളടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞങ്ങൾ രാത്രി ഒരു 9 മണിയപ്പോഴാണ് അറിഞ്ഞത്. അത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞുകൂടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ കൺഫേം ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിത് അറിയുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഏകദേശം എത്ര സമയത്തോടു കൂടിയാണ് ഈ ഒരു വിവരം അറിയുന്നത്? ഞങ്ങളൊരു 9-9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അറിഞ്ഞു. എന്നെ അനിൽ വിളിച്ചു. അനിൽ വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. പക്ഷേ എനിക്ക് നല്ല പരിചയമുള്ള വീടായതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോകുന്നതാണ്. എങ്ങനെയാണ് രാമചന്ദ്രൻ്റെ കൂടെയുള്ള ഓർമ്മകൾ? എങ്ങനെയാണ് അദ്ദേഹം നാട്ടിലെങ്ങനെയായിരുന്നു? രാമചന്ദ്രൻ ഇവിടെ ഇവിടെ രാമചന്ദ്രൻ്റെ അച്ഛൻ ഇവിടെ ഒരു ഓക്കയുടെ കാര്യത്തിൻ്റെ ഹോൾസെയിൽ ഡീലറായിരുന്നു. അദ്ദേഹം രാമചന്ദ്രൻ ആ കടയിൽ ഇരുന്നിരുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടു വർത്താനം പറഞ്ഞിരുന്നതാണ്. എൻ്റെ അച്ഛനും അദ്ദേഹമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ നാട്ടുകാരാണ്. പിന്നെ കൗൺസിലറെ 5 കൊല്ലം കൂടി ഇരുന്നാണ് ഈ വാർഡിൽ തന്നെ. വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസം. അവർ ജനിച്ചത് എടപ്പള്ളിക്കാരാണ്. ഭാര്യയുടെ വീട് ഇവിടെ തന്നെ. ഭാര്യയുടെ വീട് ഇവിടെ തന്നെ. ഇത് സുഭാഷിൻ്റെ കൂട്ടത്തിൽ പഠിച്ചാണ്. സുഭാഷിൻ്റെ ഒപ്പം പഠിച്ച് സുഭാഷിൻ്റെ അടുത്താണ്. ക്ലാസ്മേറ്റും കൂടിയാണ്. ഭാര്യയായിട്ട് പഠിച്ചതാണ്. ഒരുമിച്ച് പഠിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്കൂളിലുണ്ടായിരുന്നതാണ്. ഭാര്യയായിട്ട് ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഇത് ഭാര്യയുടെ വീട്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് രാമചന്ദ്രൻ്റെ വീട്. ഞങ്ങളൊക്കെ ഒന്നിച്ച് കളിച്ച് വന്ന് അതാണ്. വിദേശത്തായിരുന്നു കുറച്ച് വിദേശത്തായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ എത്രയായി? 2 കൊല്ലമായിട്ടുള്ള പൊതുപ്രവർത്തനമായി സജീവമായി ഒന്നുമില്ല. പൊതുപ്രവർത്തനം ഇല്ല. ആദ്യം പൊതുപ്രവർത്തനമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പൊതുപ്രവർത്തനം. അത് കഴിഞ്ഞിട്ടാണ് ദുബായിലേക്ക് പോയത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇല്ല. ഭവൻസിലെ ടീച്ചറായിരുന്നു വൈഫ് ഷീല ചേച്ചി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഭവൻസിലെ ടീച്ചറായിരുന്നു. 2 കൊല്ലത്തിന് മുമ്പ് ഇദ്ദേഹം വിദേശത്തേക്ക് പോയതായിരുന്നു. അതിനു മുന്നേ തന്നെ ഇവിടുത്തെ പൊതുരംഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രാമചന്ദ്രൻ. 2 വർഷം മുന്നേ ആയിരുന്നു ഇദ്ദേഹം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും ബിസിനസ് രംഗങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇദ്ദേഹം തുടരുകയായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് ഇദ്ദേഹം നടത്തുകയായിരുന്നു. അത്തരത്തിൽ ഇദ്ദേഹം ഇവിടെ പൊതുരംഗത്തും ഒപ്പം തന്നെ ആളുകൾക്കിടയിലും സജീവ സാന്നിധ്യം തന്നെയായിരുന്നു. ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ഈ രാമചന്ദ്രൻ്റെ മകൻ ബാംഗ്ലൂരിൽ ഒരു ജോലി സംബന്ധമായി അവിടെ പ്രവർത്തിച്ച് വരികയാണ്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇന്നലെ ആണ് ഇദ്ദേഹം ഈ കാശ്മീരിലേക്ക് പോകുന്നത്. ഹൈദരാബാദ് വഴിയായിരുന്നു ഇദ്ദേഹം കാശ്മീരിലേക്ക് പോകുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പം തന്നെ മകളുടെ 2 മക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് വെടിയേക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഇടപ്പള്ളി വീട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പൊതുപ്രവർത്തകരും ഒപ്പം തന്നെ കൂടെ പഠിച്ചവരും ഒപ്പം നാട്ടുകാർ സമീപവാസികളടക്കം നിലവിൽ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ സമീപവാസികൾ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇവർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു രാമചന്ദ്രൻ എന്നാണ് നിലവിൽ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലൊരു വിവരം ഇവിടെയുള്ളവർ അറിയുന്നത്. കളക്ടറുടെ ആ ഒരു ലിസ്റ്റിൽ ഇവരുടെ പേര് കാണുന്നു. പിന്നീട് പോലീസ് വഴി ഇത്തരത്തിൽ ഈ വിവരം ഇവിടെയുള്ള ആൾക്കാരിലേക്ക് എത്തുന്നു. അതായത് ഭാര്യയുടെ ചേച്ചിയുടെ
ഭർത്താവാണ് ഇത്തരത്തിൽ ആദ്യം ഈ വിവരം അവരെയായിരുന്നു ഫോണിൽ ഇത്തരത്തിൽ പോലീസ് ബന്ധപ്പെട്ട് ഈ ഒരു വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും ഇതറിഞ്ഞ് വിവരം അറിഞ്ഞ് ഇവിടെ ഓരോ ആളുകളായി കൂടെ പഠിച്ചവരും ഒപ്പം സമീപവാസികളടക്കം ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഒപ്പം തന്നെ ജനപ്രതിനിധികൾ അടക്കം ഈ ഒരു വീട്ടിലേക്ക് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്.